നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ മാമച്ചനും രോഹിത്തും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിക്കുട്ടി അലീനയും കൂടെ ഇങ്ങോട്ട് വരുന്നേ. അലീന വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങളെ രണ്ടുപേരും കൂടെ രഹസ്യം പറിച്ചില്ലേ? അതെ, രഹസ്യം പറിച്ചിലൊന്നുമല്ല. നിങ്ങൾ 3-4 പെണ്ണുങ്ങളുണ്ടല്ലോ, ഞങ്ങൾ 2 ആണുങ്ങളല്ലേ ഉള്ളൂ. ഞങ്ങൾ എടുത്തിട്ട് അടിക്കുമോന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നോക്കിയും കണ്ടും ഒക്കെ നിക്കണോന്ന് പറഞ്ഞ. അത് കേട്ടതും രേവതിക്കുട്ടി പറഞ്ഞു, പിന്നെ നോക്കിയും കണ്ട് നിൽക്കാനായിട്ട് മാമച്ചൻ അങ്കളല്ലേ, വലിയ പട്ടാളക്കാരനായിരുന്നു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു ധൈര്യമില്ല അലീന ചേച്ചി, വെറുതെയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞത്, മാമച്ചൻ അങ്കളെ നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. പിന്നെ അതെ, ഇനി എത്ര തലയും കുത്തി മറന്നു പറഞ്ഞാലും ഞങ്ങളോടൊപ്പം വരാൻ നീക്ക് 2 പേർക്കും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, നമുക്ക് കാണാന്ന് പറഞ്ഞു. രോഹിത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും രേവതിക്കുട്ടി ചോദിച്ചു, എന്ത് പറ്റി? രോഗത്തിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണേ? അത് കേട്ടപ്പോൾ രോഹിത്ത് രേവതിക്കുട്ടിയെ നോക്കി. ആ സമയത്ത് മാമച്ചൻ പറഞ്ഞു, ദേ എന്റെ ചെക്കനെ തൊട്ട് കളിച്ചോണ്ടല്ലോ നീ വിവരം അറിയുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ചെക്കൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, വേണ്ട വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അതേ സമയത്ത് ഗ്രേസമ്മ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ അങ്ങോട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. ആ സമയം രേവതിക്കുട്ടി പറഞ്ഞു, അതെ ഞാൻ കുറച്ച് സംസാരിച്ചിട്ട് അലീന ചേച്ചിയായിട്ട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, ആ ശരി ശരി, എന്നാൽ ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞു. അലീന പറഞ്ഞൊരു കാര്യം ചെയ്യുക, രേവതിക്കുട്ടി നീ അങ്ങോട്ട് ചെല്ല്, പിന്നെ അതൊക്കെ ആൻറ്റി നോക്കിക്കോളും, ആൻറ്റി അതൊക്കെ മാനേജ് ചെയ്തോളും, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് മാമച്ചൻ എന്ത് ചെയ്തു, രോഹിത്തിനും കൂട്ടി അങ്ങോട്ടേക്ക് പോകണം, ബാ മുറിയും വീടൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. രോഹിത്തിനൊരു അത്ഭുതം തന്നെയായിരുന്നു രേവതിക്കുട്ടി അവിടെ ഇടപെടുന്നു. അത് മാത്രമല്ല, അത്രയും വലിയൊരു വീട്ടില് അതൊക്കെ രോഹിത്ത് ഇങ്ങനെ അന്താളിപ്പോടെയാണ് നോക്കുന്നത്. ഈ പറയുന്ന കടപ്പാട്ടൊരു വീട് പോലെയുള്ള വീടല്ല മാമച്ചനങ്ങളുടെ വീടെന്നുള്ള കാര്യം രോഹിത്തിന് മനസ്സിലാവുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ പറയുന്ന മാമച്ചനങ്ങളാണെങ്കിലും ഗ്രേസമ്മാൻ്റെ ആണെങ്കിൽ എത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് രേവതിക്കുട്ടിയോട് പെരുമാറുന്നത്. തൻ്റെ അമ്മ അവിടെ അലീന ചേച്ചിയോട് പെരുമാറുന്ന പോലെയൊന്നും അല്ല. അവിടെ ഒരു ജോലിക്കാരുടെ സ്ഥാനം പോലും കൊടുക്കുന്നില്ല അലീന ചേച്ചിക്ക്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു ചുരുങ്ങിയ നിമിഷം കൊണ്ട് തന്നെ അത് രോഹിത്ത് മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയത്ത് മാമച്ചൻ വലിയ വർത്താനമൊക്കെ പറഞ്ഞാൽ രോഹിത്തിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതേ സമയത്ത് അലീനയോട് രേവതിക്കുട്ടി ചോദിച്ചു, എന്ത് പറ്റി? എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. വെറുതെ വരില്ലെന്നറിയാം, അല്ല ബാല എന്താ ഞങ്ങൾ സംഭവിച്ചോ ഇങ്ങോട്ടേക്ക് വരാനായിട്ട്? അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതിന് അച്ഛൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഇല്ലേ, എവിടെ പോയി? അച്ഛനൊരു യാത്ര പോയിരിക്കുക. യാത്രയോ? അങ്ങനെ പോവാറുള്ളൊന്നും അല്ലല്ലോ, എത്ര ദിവസം. അപ്പോഴാണ് അലീന കാര്യങ്ങളൊക്കെ പറയണേ. അതെ, ഞാൻ എന്താണെങ്കിലും ആ വീട് വിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ തീരുമാനിച്ച കാര്യമാണോ? സത്യമാണോ അലീന ചേച്ചി പറയണേ? ഞാനെന്തിനാ കള്ളത്തരം പറയണേ? അത് തീരുമാനിച്ചു. ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല. നിനക്കറിയാലോ മോളെ, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ വൈജയന്തി മാഡം അങ്ങോട്ടേക്ക് വരില്ലെന്നാ പറഞ്ഞ്. ഒരു മാഡം വന്നിരിക്കുന്നു, അവരുടെ പേര് കേൾക്കുന്ന പോലെ എനിക്ക് ദേഷ്യം, രേവതിക്കുട്ടി പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, അങ്ങനെ പറയരുത്. ഇപ്പം അവരുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. സത്യങ്ങളൊന്നും അറിയത്തില്ലോ. പിന്നെ സത്യങ്ങളൊന്നും അറിയത്തില്ല പോലും. ഒരു രക്തബന്ധമില്ലാത്ത ബാലേന്ദ്രൻ അങ്കിള് പോലും അലീന ചേച്ചി ഏറ്റെടുത്തില്ലേ? എന്നിട്ടോ അവർക്കെന്താ എത്ര കൊമ്പുണ്ടോ? സ്വന്തം മോളാണ്, എന്നിട്ട് ആ പരിഗണന പോലും തരുന്നില്ല. അത് പിന്നെ രേവതിക്കുട്ടി അറിയത്തില്ലാത്തോണ്ടല്ലേ അമ്മയ്ക്ക്. പിന്നെ അമ്മേന്ന് ഒന്നും പറഞ്ഞേക്കരുത് എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി ദേഷ്യപ്പെടുകയാണ്. ഈ സമയത്ത് അലീന പറഞ്ഞു, ഞാൻ രോഹിത്തിനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു. അച്ഛന് എൻ്റെ അച്ഛനല്ല എന്നുള്ള കാര്യം. അതൊക്കെ എന്തിനാ പറയാൻ പോയത്? അതെനിക്ക് പറയേണ്ട ഒരു സാഹചര്യം വന്നു, ഞാനെന്ത് പറഞ്ഞു. ഇനിയും പാവം അച്ഛനെ അങ്ങനെ ക്രൂശിലേറ്റുന്നത് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10-23 വർഷക്കാലം അച്ഛന് ഈ കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ കബളിപ്പിക്കപ്പെടുമായിരുന്നു. എന്നിട്ടോ ഞാൻ വന്നതിന് ശേഷം അച്ഛന് നല്ലൊരു ജീവിതം ഉണ്ടായോ? ഇല്ല. ഞാൻ കാരണം അച്ഛന് ഓരോ ദിവസം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ അച്ഛനെ മോളാന്ന് ഒരു അച്ഛൻ കള്ളക്കഥകൾ ഉണ്ടാക്കി. അച്ഛൻ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടും. അങ്ങനെയെല്ലാം സഹിച്ച് ക്ഷമിച്ചു അച്ഛൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് പാടില്ല. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ അതിനകത്തെ പ്രശ്നം അതല്ല രേവതിക്കുട്ടി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതേ സെക്കൻഡിൽ തന്നെ അച്ഛന് അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറഞ്ഞ്. എന്ത് കാര്യങ്ങൾ? ഞാൻ അമ്മയുടെ മോളാന്നുള്ള കാര്യം. രക്ഷപ്പെട്ടു. അത് പറയണം. അവർക്ക് കിട്ടാനുള്ളത് കിട്ടണം ചേച്ചി, അത് തന്നെ വേണം. കുറച്ച് നേരത്തെ പറയേണ്ടതായിരുന്നു. അവരുടെ അഹങ്കാരം അങ്ങ് തീരട്ടെ. രേവതിക്കുട്ടിക്ക് ചോര തിളക്കി വേണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, അങ്ങനെ പറയാൻ എളുപ്പമാണ്. പക്ഷെ നീ ഒരു കാര്യം ചിന്തിച്ചോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ ആ വീട്ടിൽ നിൽക്കൂ തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല.
അമ്മ വീട് വിട്ട് പോകത്തുള്ളൂ. ഒന്നെങ്കിൽ അമ്മ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് പോകും. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും അത്. രേവതിക്കുട്ടി പറഞ്ഞു, അത് ശരിയാ, ഇതൊക്കെ അച്ഛനും അറിയാവുന്ന കാര്യമാണ്. അച്ഛനിപ്പോൾ പോയേക്കുന്ന എങ്ങോട്ടാന്ന് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ എന്നെ സേഫ് ആക്കാനായിട്ടുള്ള പോക്കായിരിക്കും ഇത്. എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഗോവർദ്ധനങ്ങളെ കൂട്ടിക്കൊണ്ടാ പോയിരിക്കുന്നത്. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, ബാലേന്ദ്രൻ അങ്കിളിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അങ്കിള് പാവാ. അലീന ചേച്ചി സ്വന്തം മോളായിട്ടല്ലേ കരുതുന്നേ. അതൊക്കെ ശരിയാ. പക്ഷെ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് രേവതിക്കുട്ടി. അലീന ചേച്ചി നേരത്തെ തന്നെ തീരുമാനം എടുക്കേണ്ടതായിരുന്നു. അവിടുന്ന് പോണായിരുന്നു. അല്ലെങ്കിലും ഈ പറയുന്ന മാടെന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവരെന്ത് വെള്ളം അവിടെ വന്ന് കാണിക്കട്ടെ. എന്തിനാ അവിടെ അടിമയെ പോലെ കിടക്കണേ? അവരങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു ദിവസമെങ്കിലും നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ അലീന ചേച്ചിയോട്? ഇല്ലല്ലോ. അതൊക്കെ പോട്ടെ മോളെ, ഞാൻ അതൊന്നും കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. അമ്മ അങ്ങോട്ടേക്ക് വരുമായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ അവിടെ നിന്നോളാം. എനിക്ക് ഈ പറയുന്ന ജോലി ചെയ്യുന്നാലോ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ എനിക്കൊന്നും പ്രശ്നമില്ല. പക്ഷേ എങ്കിൽ ഞാനവിടെ നിന്ന് ഇറങ്ങിയാലോ വരുവോളൂ എന്ന് പറഞ്ഞിട്ട് എന്താണേലും ആട്ടെ, അവരുടെ കുഴി അവർ തന്നെയല്ലോ തോണ്ടുന്നേ. അലീന ചേച്ചി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗ്രേസമ്മ അങ്ങോട്ട് വന്നിട്ട് ആഹാ ഇത് കൊള്ളാലോ, നിങ്ങളുടെ വർത്താനം ഒന്നും കഴിഞ്ഞില്ലേ, ഇങ്ങോട്ടേക്ക് വാ പിള്ളേരെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് കഴിഞ്ഞിപ്പം ഡൈനിങ് ടേബിളിൽ ചായയും സ്വീറ്റ്സ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, ആദ്യം ചായ കുടിക്കുക, എന്നിട്ട് ഇത്തിരി സമയം കഴിയുമ്പോഴത്തേനും നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ചായ കുടിക്കാനായിട്ട് ഇരിക്കുവാണ്. ആ സമയത്തും രോഹിത്തിൻ്റെ മുഖം ശരിയായിട്ടുള്ള ഉണ്ടായിരുന്നില്ല. രോഹിത്താണെങ്കിലോ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഈ സമയത്ത് രേവതിക്കുട്ടി പറഞ്ഞു, അല്ല ഇവിടെ ചിലരുടെയൊക്കെ മുഖത്തെന്താ കടന്നൽ കുത്തിയിട്ടുണ്ടോ? ചിലരൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അതെ രോഹിത്തേണ്ട കാര്യമാണെങ്കിൽ രോഹിത്തേണ്ട ഭയങ്കര ചമ്മല, ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അലീന ചേച്ചി നിർബന്ധിച്ചോണ്ടാ വന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, ദേ കൃഷ്ണേ മിണ്ടായിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒന്നും രണ്ടും കൂടെ എങ്ങോട്ട് പറഞ്ഞ് ഒച്ചപ്പാട് വെക്കുകയാണ്. ആ സമയത്ത് ഭവിത പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞു. കാരണം മറ്റേ വീട്ടിലാണല്ലോ. പക്ഷേ ഇങ്ങനെ സമയം മാമച്ചൻ ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയം രേവതിക്കുട്ടി പറഞ്ഞു, അതെ ഞങ്ങളുടെ കൃഷ്ണമോളെ തൊട്ട് കളിച്ചാണ്ടല്ലോ, ചോദിക്കാനും പറയാനൊക്കെ ഇവിടെ ആളുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും രോഹിത്ത് പറഞ്ഞു, പിന്നെ ഒരു കൃഷ്ണമോള് എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുവാണ്. ഒടുവിൽ രേവതിക്കുട്ടി പറഞ്ഞു, എടാ വീര നീ മിണ്ടരുത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രോഹിത്ത് ഇങ്ങനെ നോക്കണം. നീ ഇത്ര വീരനാന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ രോഹിത്തിന് ടെൻഷനായി. ഇനിയിപ്പം ശരണയായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചാണോ? ഒരു നിമിഷം രോഹിത്ത് ടെൻഷനായിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും രേവതിക്കുട്ടി പറഞ്ഞു, അതെ ഇന്നത്തെ കാലത്ത് ഇത്തിരി ഓവറായിട്ടാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. പിന്നെ എന്താണെങ്കിലും രോഗത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ രോഗത്തിന് ഒരു വിഷമം ഉണ്ടായിരിക്കും. ഇനി ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അന്ന് സംഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് രോഗത്തിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞ്. രോഗത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അലീനയെ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വിധത്തിലാണ് രോഗത്തിനെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നത്. രേവതിക്കുട്ടിയുടെ സ്വഭാവം അറിയാം, ചുമ്മാ ഓരോന്നിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അലീന പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവത്തെ ഓർത്ത് അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കൊന്നും പറയരുതെന്ന്. പക്ഷേ രേവതിക്കുട്ടിയുടെ സ്വഭാവമല്ലേ, രേവതിക്കുട്ടി വെറുതെ കളിയായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ രോഹിത്തിന് മനസ്സിലായി രേവതിക്കുട്ടിയുടെ സ്വഭാവം എന്താന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോ കളിതമാശകളൊക്കെ പറഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ എല്ലാവരും കൂടെ കൂടി നന്നായിട്ട് അടിച്ചുപൊളി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. വീട്ടിലാണെങ്കിൽ അലീനയ്ക്ക് എപ്പോഴും ജോലി തന്നെയാണല്ലോ. ഇവിടെ വന്നിട്ട് പക്ഷെ അങ്ങനെയല്ല. ഈ പറയുന്ന രേവതിക്കുട്ടിയോടും അലീനയോടും ഒക്കെ ഗ്രേസമ്മാൻ്റെയും മാമച്ചനങ്ങളും കാണിക്കുന്ന ആ സ്നേഹവും കരുതലും ഒക്കെ കൃഷ്ണമോളും ബബിതയൊക്കെ അറിയുന്നുണ്ടായിരുന്നു. അവർക്ക് അത്ഭുതമോ സന്തോഷമോ തോന്നേ. അത് മാത്രമല്ല രേവതിക്കുട്ടി മാമച്ചനങ്ങളുടെ അടുത്തും അതുപോലെ തന്നെ ഗ്രേസമ്മയുടെ അടുത്തും എടുക്കുന്ന സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ സ്വന്തം അച്ഛനെ അമ്മയെ പോലെ തന്നെയാണ്. എന്തും പറയും. അതുപോലെ ഒരു ഇതാണ് അവർ തമ്മിൽ ആ ഒരു ബോണ്ടിങ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഇവിടുത്തെ ജോലിക്കാരിയാന്ന് പോലും തോന്നുന്നില്ല രേവതിക്കുട്ടി. ശരിക്കും ഇവരുടെ മകളാണെന്നാണ് അവർക്ക് തോന്നുന്നത്. ആ സംസാരം ഭാവമൊക്കെ ഇട്ട് കഴിയുമ്പം അങ്ങനെയാണ് തോന്നുന്നത്. ശരിക്കും ഇവിടെ രേവതിക്കുട്ടി വന്ന് അത് രേവതിക്കുട്ടിയുടെ പുണ്യം കൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടെ കുറേ സമയം കഴിഞ്ഞു പോകുന്നത്. ഗ്രേസമ്മയ്ക്കും മാമച്ചനും അതിൽ പല സന്തോഷം. എത്രയോ നാളുകൾക്ക് ശേഷമാണ് വീട്ടിൽ ഇത്ര ഒച്ചപ്പാടും ബഹളവും എല്ലാവരും കൂടെ ഉള്ള ചിരിയും ഇതെല്ലാം പൊട്ടിച്ചിരികളൊക്കെ മുഴങ്ങുന്നത്. അവർക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നതും ഇതുപോലെ സംസാരിക്കുന്നതും ഒക്കെ. കാരണം വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ മകൻ്റെ മരണത്തിന് ശേഷം. രേവതിക്കുട്ടി വന്നതിന് ശേഷമാണ് അത് കുറച്ചെങ്കിലും മാറുന്നത്. ഈ സമയത്ത് ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടെ നീലഗിരിക്ക് പോയിക്കൊണ്ടിരിക്കുക. കുറേ ദൂരെ കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രനോട് ഗോവർദ്ധൻ ചോദിച്ചു, അതെ ബാലേട്ടൻ മടുത്തോന്ന് ചോദിച്ചു. മടുക്കാനാ ഞാനാ? നല്ല കഥയായി. ഇതേ ഗോവർദ്ധ, ഞാൻ മടുക്കില്ല. ഇനി അങ്ങോട്ട് മടുക്കാനേ പോകുന്നില്ല. ഞാൻ മാത്രമല്ല നീയും മടുക്കില്ല. നമ്മൾ രണ്ടുപേരും ജില്ലെന്ന് പറഞ്ഞ് നിൽക്കണം. ഇനിയാണ് ത്രില്ലടിക്കാൻ പോകുന്നത്. ത്രില്ലോ? അതേടാ, നമ്മളിനി
പല കാര്യങ്ങളും അറിയാൻ പോകുന്നുള്ളൂ. നിനക്കറിയില്ലല്ലേ, എങ്കിൽ നീ അത് അറിയൂന്ന് പറഞ്ഞു. ഗോവർദ്ധനാണെങ്കിൽ ഒന്നും അറിയത്തില്ല, എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. ഈ പറയുന്ന മാത്രം അറിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് ബാലേട്ടൻ ഇങ്ങനെ പറയണേന്നും അറിയത്തില്ല. പക്ഷെ പറയുന്നതിനൊക്കെ എസ് മൂളുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിൽ ഒരു ഹരം പിടിച്ച മട്ടിലായിരുന്നു. വല്ലാത്തൊരു ത്രില്ലായിരുന്നു. ചെന്ന് ഈ പറയുന്ന ഗംഗാധരനെ കാണണം, ഗംഗേണ്ണനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ അറിയണം. സ്റ്റാലിനെ അന്വേഷിച്ചുള്ള യാത്രയിലാണ്. എന്താണെങ്കിലും തിരിച്ചു വരുന്ന വഴി ഗോവർദ്ധനം കാര്യങ്ങളൊക്കെ അറിയും. ഈ പറയുന്ന വൈജയുടെ മോളാണ് അലീന എന്നുള്ള കാര്യങ്ങളൊക്കെ ഗോവർദ്ധൻ അറിയും. പക്ഷെ അതിപ്പോഴറിയാൻ പാടില്ല. എല്ലാം ത്രില്ലടിച്ചിങ്ങനെ ഇരിക്കട്ടെ, പിന്നീട് അറിഞ്ഞാൽ മതി എന്നൊരു ചിന്തയായിരുന്നു. ബാലേന്ദ്രന് എന്താ പറ്റിയെന്ന് പോലും ഗോവർദ്ധന് മനസ്സിലായില്ല. പക്ഷേ എങ്കിൽ ഇത് വെറുതെയുള്ള പോക്കല്ലെന്നുള്ള കാര്യം മനസ്സിലായി. എന്തൊക്കെയോ സത്യങ്ങൾ അന്വേഷിച്ചുള്ള പോക്കാന്നുള്ള കാര്യം അതും ഗോവർദ്ധന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടി അലീനയും കൂടി ഒരു മുറി കിടന്നോളാന്ന് പറഞ്ഞു. ആ രോഹിത്തിന് വേറെ മുറി കൊടുത്തു. ഇഷ്ടംപോലെ മുറിയും വലിയ വീടാണല്ലോ അവിടെ. ആ രാത്രി കുറേ സമയം എല്ലാവരും കൂടെ സംസാരിച്ച് ഒത്തിരി ലേറ്റായിട്ടാണ് കിടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് അലീന ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്. എവിടെ എത്തി, എങ്ങനെ എത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കുറേ സമയം സംസാരിച്ചിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് ബബിതയും കൃഷ്ണമോളും കൂടെ അവരൊരു മുറിയിലായിരുന്നു കിടന്ന സമയത്ത് കൃഷ്ണമോൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ അധിക ദിവസം അലിയനി ചേച്ചി വീട്ടിലുണ്ടാകത്തില്ല. അലിയനി ചേച്ചി പോകുന്ന പറയണേ. ഒരു പക്ഷേ അച്ഛൻ യാത്ര കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അലിയനി ചേച്ചി ആ വീട്ടിൽ നിൽക്കില്ല. കൃഷ്ണമോൾ ഉറങ്ങാതിരിക്കുന്നിടത്തിനും ബബിത കാര്യം തിരക്കി. കൃഷ്ണമോൾ പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട്. ഒരു പക്ഷേ അലിയനി ചേച്ചി വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് ഇപ്പോഴത്തെ പോലെ ആയിരിക്കുമോ, നമ്മൾ തമ്മിൽ പഴയ ആ ഒരു ഇതിലേക്ക് പോകുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട് ബബിതേച്ചി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അലീന ചേച്ചി വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ആ സന്തോഷമൊന്നും വീണ്ടും കാണത്തില്ലല്ലേ, പഴയതുപോലെ തന്നെ ആവും വീടല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബബിത ഒന്നും മിണ്ടിയില്ല. പിന്നീട് ബബിത എഴുന്നേറ്റു. ബബിതയുടെ ഉറക്കം പോയിട്ടുണ്ടായിരുന്നു. ബബിത പറഞ്ഞു, അലീന ചേച്ചി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടാതിരിക്കണം. അതിനെന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഉണ്ടെങ്കിൽ നീ പറ, കൃഷ്ണമോൾക്ക് പറയണമെന്നുണ്ട്. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അലീന ചേച്ചി അച്ഛൻ്റെ മോളല്ലെന്ന് പറഞ്ഞല്ലോ, അതുകൂടെ നമുക്ക് പിടിച്ചു നിർത്താനും മാർഗമില്ല. അച്ഛൻ്റെ മോളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അച്ഛനോട് പറഞ്ഞ് അച്ഛനെ കൂടെ എങ്ങനെ റെക്കമെൻഡ് ചെയ്ച്ച് അവിടെ നിർത്തായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കൊന്നും പറ്റില്ലല്ലോ കൃഷ്ണൻ. കൃഷ്ണമോള് പറഞ്ഞു, അതിനുള്ള വഴിയുണ്ടെന്ന് പറഞ്ഞു. വഴിയോ? എന്ത് വഴി? അതൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ എന്ന് പറഞ്ഞിട്ട് നിർത്തി. അല്ല, നിനക്ക് എന്തൊക്കെ അറിയാൻ തോന്നല്ലോ, സത്യം പറ. അലീന ചേച്ചിയെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമെന്ന് ചോദിക്കുക. കൃഷ്ണൻ ഇങ്ങനെ ആലോചിക്കുക, സത്യങ്ങളൊക്കെ പറയണോ വേണ്ടയോ. ഇനി അലീന ചേച്ചി അമ്മയുടെ മോളാന്നുള്ള കാര്യങ്ങൾ അലീന ചേച്ചി ആ വീട്ടിൽ നിന്ന് ഇറങ്ങണോ അച്ഛൻ ഉറപ്പായിട്ടും വിളിച്ച് പറയും. പക്ഷെ ഇപ്പം അത് ഭവിതേച്ചിയോട് പറയണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു കൃഷ്ണ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.